മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസ്മിയോടുകൂടെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ 100 പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഗുണങ്ങളെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് എപ്പോഴാണ് ഓതേണ്ടത്, എങ്ങനെയാണ് ഓതേണ്ടത് എന്നതിനെ കുറിച്ച് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾക്ക് വിശദമായി പഠിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിദാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിദാക മത്ലൂബി. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സമാധാനം നിലനിർത്തി കൊടുക്കട്ടെ. ധാരാളം ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞ് പല ദിക്കുകളിൽ നിന്നായി, പല രാജ്യങ്ങളിൽ നിന്നായി നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിന്റെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസ്മിയോടുകൂടെ പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ 100 പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്ന ഗുണങ്ങളെ കുറിച്ചാണ്, നമ്മൾക്ക് നൽകുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ചാണ്. സൂറത്തുൽ കൗസറിനെ കുറിച്ച് നമ്മൾക്കറിയാം. സൂറത്തുൽ കൗസറിനെ കുറിച്ച് നമ്മളെ മജ്ലിസിൽ മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി, ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ സൂറത്തുൽ കൗസർ 100 പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ നമ്മൾക്ക് നൽകുമെന്ന് മഹത്തുക്കള് അവരെ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത്, നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ വെച്ചുകൊണ്ട് സൂറത്തുൽ കൗസർ 100 പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ലാ യർജു ഇല്ലാ ബിൽ ഖൈർ, നന്മ കൊണ്ടല്ലാതെ, അവൻ ഉദ്ദേശിച്ച ആഗ്രഹങ്ങൾ പൂവണിയാതെ അവൻ ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മളൊരു ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ വെച്ചുകൊണ്ട് 100 പ്രാവശ്യം സൂറത്തുൽ കൗസർ പ്രിയമുള്ളവരെ പാരായണം ചെയ്യുക. എന്നാൽ നമ്മളെ ആഗ്രഹം സാധിപ്പിച്ചു തരുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു ചൊല്ലാല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ ജോലി അന്വേഷിച്ചു പോകുന്ന ഒരുപാട് ധാരാളം ആളുകളുണ്ട്. എത്രയോ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇവിടുന്ന് ഒരുപാട് ക്യാഷ് ചെലവഴിച്ചുകൊണ്ട് വിദേശ രാജ്യത്തേക്ക് പോയി, ദുബായിലേക്ക് എത്തി, ഗൾഫിലേക്ക് എത്തി, ജോലി ശരിയാകാത്ത ധാരാളം ആളുകളുണ്ട്. അവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് കേൾക്കുന്ന ഭാര്യമാര് അവരോട് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഉമ്മമാര് വിദേശ രാജ്യത്തേക്ക് പോയ മക്കളോട് പറയണം, നിങ്ങൾ സൂറത്തുൽ കൗസർ 100 പ്രാവശ്യം പാരായണം ചെയ്യണമെന്ന്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പോ സൂറത്തുൽ കൗസർ, നമ്മളെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോ സൂറത്തുൽ കൗസർ 100 പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നുണ്ട്, അവൻ ഉദ്ദേശിച്ച കാര്യം നടക്കും. അവൻ ഉദ്ദേശിച്ച ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ജോലി കിട്ടാതെ, ജോലി ലഭിക്കാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയുണ്ടാവുകയില്ല. അത്രയും പവർഫുൾ ആണ് പ്രിയമുള്ളവരെ സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രവാസികളും അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വൈദാ നസലത്ത് ഫീ ബൽദത്തിൻ, നിങ്ങളൊരു നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഖറഅത ഹാദിഹി സൂറത്തൻ മിഅത മറ, നിങ്ങൾ സൂറത്തുൽ കൗസർ 100 പ്രാവശ്യം പാരായണം ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ കൗസർ 100 പ്രാവശ്യം പാരായണം ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ഒരുപാട് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്. 3 ആയത്ത് മാത്രം ഓതിയാൽ മതി. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അതിന്റെ തുടക്കത്തിലൊക്കെ ബിസ്മില്ലാഹിർ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ കൂട്ടിക്കൊടുക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാന്മാര് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മഅൽ ബസ്മല, ബിസ്മി ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ ബിസ്മി ആദ്യം ചെല്ലുക, അതിനുശേഷം ഇന്നാഅതൈനാക്കൽ കൗസർ, ഇങ്ങനെ 100 പ്രാവശ്യം നമ്മൾ ഓതുമ്പോഴും ബിസ്മി നമ്മൾ തുടക്കത്തിൽ ഓതേണ്ടതുണ്ട്. എന്നാൽ ഫലാ യർജു ഇല്ലാ ബിൽ ഖൈർ, അവൻ ഖൈർ കൊണ്ടല്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരികയില്ല. ധാരാളം സമ്പത്ത് ഉദ്ദേശിച്ചാണോ അവൻ ഗൾഫിലേക്ക് പോയതെങ്കിൽ അള്ളാഹു സമ്പത്ത് കൊടുക്കും. ധാരാളം സമ്പത്തുമായി നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയും. വിഷമത്തോടെ സങ്കടത്തോടെ ജോലി ലഭിക്കാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം അള്ളാഹു കൊടുക്കുകയില്ല. അത്രയും പവർഫുൾ ആണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ മക്കളോടൊക്കെ നിങ്ങൾ എല്ലാവരും സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാൻ പറയണം. അതുപോലെ തന്നെ വിവാഹിതരാകാൻ പോകുന്ന പെൺമക്കളോട് പ്രത്യേകം സൂറത്തുൽ കൗസർ 100 പ്രാവശ്യം അന്നത്തെ രാത്രിയോ അതല്ലെങ്കിൽ അന്ന് വിവാഹത്തിന്റെ ദിവസം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴെങ്കിലും സൂറത്തുൽ കൗസർ 100 പ്രാവശ്യം ഓതി പൂർത്തിയാക്കാൻ പറയണം. അങ്ങനെ ഓതി പൂർത്തിയാക്കി ഭർത്താവിന്റെ വീട്ടിലേക്ക് നീ കയറി ചെന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതം സന്തോഷമാകും. ദാമ്പത്യ ജീവിതം ഐക്യത്തോടെയാകും. പ്രശ്നങ്ങൾ ഉണ്ടാകൂല, പ്രയാസങ്ങൾ ഉണ്ടാകൂല. എത്രയോ ഉമ്മമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉസ്താദെ ലക്ഷങ്ങൾ മുടക്കി ഞങ്ങൾ മക്കളെ കല്യാണം കഴിച്ചു, കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മകളെ ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ഒരു സമാധാനമല്ല ഉസ്താദെ, അവിടെ സന്തോഷമല്ല ഉസ്താദെ, പ്രയാസത്തിലാണെന്ന് ധാരാളം ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അവരോടൊക്കെ സൂറത്തുൽ കൗസർ ജീവിതത്തിൽ പാരായണം ചെയ്യാൻ പറയുക. സാഹചര്യത്തിൽ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാൻ പറഞ്ഞാൽ അതൊന്നും നമ്മളെ മക്കള് മൈൻഡ് ചെയ്യൂല. കാരണം അല്ലാത്ത ആഭാസങ്ങളും തോന്നിവാസങ്ങളുമാണ് നമ്മളുടെയൊക്കെ വിവാഹ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മീയതയില്ല, ഖുർആനില്ല, അല്ലാഹുവില്ല, റസൂലില്ല, ദീനില്ല. ഇങ്ങനെയാണ് നമ്മളുടെ വിവാഹ സദസ്സുകളൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവിതത്തിലും പ്രശ്നങ്ങളായി, പ്രയാസങ്ങളായി. ഒരു 3-4 വർഷങ്ങൾ കഴിയുമ്പോ അതല്ലെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോഴേക്ക് ത്വലാഖിന്റെ വക്കിലേക്ക് എത്തി, ഡിവേഴ്സിന്റെ വക്കിലേക്ക് എത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വിവാഹിതരാകാൻ പോകുന്ന മക്കളോടൊക്കെ സൂറത്തുൽ കൗസർ 100 പ്രാവശ്യം അന്നത്തെ ദിവസമോ ആ യാത്രയിലോ ഓതാൻ പറയണമെന്ന് എന്റെ രക്ഷിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കൗസറിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാര് പറയുന്നുണ്ട്, അന്നമൻ കതബഹ വ അല്ലഖഹ അലൈഹി, ഒരാൾ സൂറത്തുൽ കൗസർ എഴുതുകയാണ്. ബിസ്മിയോടുകൂടെ സൂറത്തുൽ കൗസർ ഒരാൾ ഒരു വെള്ള കടലാസ് എടുത്ത് ആ കടലാസിൽ എഴുതുകയാണ്. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ അക്ഷരങ്ങളായി എഴുതണം, കൂട്ടി എഴുതാൻ പാടില്ല. നമ്മള് സുബ്ഹാനല്ലാഹ് മുഹറം മാസത്തില് പല ആളുകളും ബിസ്മി എഴുതി വെച്ചു. അതുപോലെ ഒറ്റ അക്ഷരങ്ങളായി സൂറത്തുൽ കൗസർ ബിസ്മിയോടുകൂടെ ഒരാൾ എഴുതുകയും അതിനെ അവന്റെ കീസയിലോ അവന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും അവൻ തൂക്കുകയും ചെയ്താൽ കാനത്ത് ഹിർസൻ, അത് അവനക്ക് സംരക്ഷണമാകും. ശൈത്വാനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകുകയാണ്. സിഹിറേൽക്കൂല, കണ്ണേറേൽക്കൂല. ആളുകളാണ് സിഹിറിന്റെ പ്രശ്നം പറഞ്ഞ്, കണ്ണേറിന്റെ പ്രശ്നം പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്ഭുതകരമായ ഒരു അമലാണ് പ്രിയമുള്ളവരെ, വെള്ളക്കടലാസിൽ സൂറത്തുൽ കൗസർ ഒറ്റ അക്ഷരങ്ങളായി എഴുതി ശരീരത്തിൽ ബന്ധിപ്പിക്കുക എന്നുള്ളത്. വഹഫിലഹാ മിനൽ അഅദാ, ശത്രുക്കളിൽ നിന്ന് ആ എഴുതി വെച്ച സൂറത്തുൽ കൗസർ അവനെ സംരക്ഷിക്കുകയാണ്. വനസുറൻ അലൈഹിം, അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ സഹായിക്കുകയാണ്. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സംരക്ഷണം നൽകും. വലം യനൽ മിൻഹും മക്റൂഹുൻ, അവന്റെ ശത്രുക്കളിൽ നിന്ന് ഒരിക്കലും ഇവനിക്ക് വെറുക്കപ്പെട്ട ഒരു കാര്യങ്ങളും ഉണ്ടാവുക പോലുമില്ല എന്ന് പറയുന്നു. മാദാമത്ത് അലൈഹി, അത് അവന്റെ ശരീരത്തിൽ ഉള്ള കാലത്തോളം, ആ എഴുതി വെച്ചത് അവന്റെ ശരീരത്തിൽ ഉള്ള കാലത്തോളം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സൂറത്തുൽ കൗസർ ഒറ്റയായി എഴുതുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ ശരീരത്തിൽ തൂക്കുക എന്ന് പറയുന്നതും വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ധാരാളം ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെ അതിന്റെ ഫലം ലഭിച്ചിട്ടുണ്ടെന്ന് മഹാന്മാരാണ് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നത്. അള്ളാഹു ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, പല മക്കളും പല രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന മക്കളുണ്ട്. ലക്ഷങ്ങൾ ചെലവാക്കി, കോടികൾ ചെലവാക്കി നാടുകളിലേക്കും പഠിക്കാൻ പോകുന്ന മക്കളുണ്ട്. അമേരിക്കയിലേക്ക് പോകുന്ന
ആളുകളുണ്ട്, സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്ന ആളുകളുണ്ട്, യൂറോപ്പിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കായി പോകുന്ന മക്കളോടൊക്കെ നിങ്ങൾ പറയണം, സൂറത്തുൽ കൗസർ നിങ്ങളുടെ യാത്രയിൽ 100 പ്രാവശ്യം ഓതണമെന്ന്. അങ്ങനെ ഓതിപ്പോയി കഴിഞ്ഞാൽ നല്ല വിജയത്തോടെ തിരിച്ചു വരാൻ കഴിയും. പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് ഉണ്ടാകും. ഉദ്ദേശിച്ച ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അത്രയും പവർഫുൾ ആണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് നിങ്ങൾ നോക്കണ്ട, പക്ഷേ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പവർഫുൾ ആയ സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്ത് നൽകും. വീട്ടിൽ റാഹത്ത് നൽകും, മക്കളിൽ റാഹത്ത് നൽകും, ജോലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്ത് നൽകും. മാത്രമല്ല സൂറത്തുൽ കൗസറുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമ്മൾക്ക് നൽകും. ഹബീബായ റസൂലുള്ളാഹിന്റെ പൊരുത്തം നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. കാരണം സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട സൂറത്താണ്. ആ സൂറത്തിനെ സ്നേഹിക്കാനും ജീവിതത്തിൽ ധാരാളം പാരായണം ചെയ്യാനും അല്ലാഹു നമ്മൾക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ. സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. എല്ലാവരുടെ കടങ്ങളും നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ അല്ലാ. വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നവർക്ക് ഖൈർ നൽകണേ റഹ്മാനെ. പടച്ചവനെ, വീടില്ലാതെ ഇപ്പോഴും വീടില്ലാതെ വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്, അവർക്ക് നല്ല വീട് നൽകണേ അല്ലാ. ധാരാളം രോഗികളുണ്ട്, പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബക്കാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, ഞങ്ങളെ അയൽവാസികൾ, വല്ലുപ്പ വല്ലുമ്മമാര്, ജ്യേഷ്ഠന്യന്മാരുണ്ട് റഹ്മാനെ. ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകളുണ്ട്. മൊത്തം മുഅ്മിനീങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. ആരൊക്കെ ഞങ്ങളെ മജ്ലിസ് കാണുന്നുണ്ടോ അവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അവരെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. അവരെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗമാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. പരാജയം നൽകല്ല അല്ലാ. ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ റബ്ബാനെ. ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ അല്ലാ. മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സൂറത്തുൽ കൗസർ ധാരാളം പാരായണം ചെയ്യാനുള്ള ബർക്കത്ത് നൽകണേ റഹ്മാനെ. മനസ്സ് നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങളും ടെൻഷനുകളും നീ അകറ്റണേ അല്ലാ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തികളാക്കി സാധുക്കളായ ഞങ്ങളെ മാറ്റണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.